പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തായ്ലാൻഡ് കാഴ്ചകളുടെ ആറാമത്തെയും അവസാനത്തെയും ദിവസത്തിൻ്റെ രണ്ടാം ഭാഗമാണ് കാണിക്കുന്നത്. സഫാരി പാർക്കിലെ ഡൈനോസർ ഷോയും ഒറാങ്കൂട്ടൻ ഷോയും കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്തതായത് സീ ലയൺ ഷോ കാണാനാണ് പോയത്. വളരെ ജനപ്രിയവും കുടുംബ സൗഹൃദവുമായ ഒരു ഷോയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഷോയാണിത്. സീ ലൈനുകളുടെ ബുദ്ധിയും കൃത്യതയോടെയുള്ള നിർദ്ദേശങ്ങളെ പാലിക്കുക, ബോളുകൾ തട്ടുക, ഹൂപ്പ് കഴുത്തിലിട്ട് കറക്കുക, ഹൂപ്പ് വഴി ചാടുക എന്നിവയാണ് പ്രധാന വിനോദങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. രണ്ടും ബുഫേ സിസ്റ്റം തന്നെയായിരുന്നു. വെറൈറ്റി രീതിയിലുള്ള ഫുഡുകളും ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ സഫാരി പാർക്ക് കാണാൻ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ കറങ്ങാൻ പോയി. സ്വന്തം വണ്ടി ഇങ്ങനെയുള്ള പാർക്കിനുള്ളിൽ അനുവദിക്കുന്നതല്ല എങ്കിലും സഫാരി പാർക്കിൽ ഇത് അനുവദനീയമാണ്. വണ്ടിയിൽ ഇരുന്നാണ് നമ്മൾ ഇതെല്ലാം കാണുന്നതെങ്കിലും അടുത്തു പോയി നിന്ന് കാണുന്നത് പോലെ തന്നെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ പുലിക്ക് പാല് കൊടുക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇത്രയും ധൈര്യശാലികളായ ആളുകൾ ഞങ്ങളുടെ കൂടെയും ഉണ്ടായിരുന്നു. ഒറിജിനൽ പുലിയാണ് മടിയിൽ ഇരിക്കുന്നതെന്ന് ഓർമ്മയൊന്നുമില്ല. പാല് തീർന്നു പോയിരുന്നെങ്കിൽ എന്താവുമോ ആവോ. സഫാരി പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് തിരിച്ചു. പാട്ടും തമാശയുമായി സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളുടെ ഇടയിൽ കുറെ കലാകാരന്മാരുണ്ട് എന്നത് ഞങ്ങൾക്ക് ഇന്നാണ് മനസ്സിലായത്. എയർപോർട്ടിന് അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ എത്തുന്നത് വരെ സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളുടെ തായ്ലാൻഡിലെ ഗൈഡ് മായയാണിത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ചെറിയ ഗ്രൂപ്പായ 6 പേരും ഞങ്ങളുടെ സീസണൽ ട്രിപ്പിലെ 51 സഹയാത്രികരുമാണ് ഇത്. എൻ്റെ ഈ യാത്രാ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.